ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ഡേ കൂടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ഡേ വന്നിട്ട് കർക്കിടക വാവാണ്. അന്നാണ് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ഇത് കർക്കിടക വാവിന് എടുത്ത വീഡിയോ ആണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റായി. ഉച്ചയായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്കും അമ്മ സദ്യക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അമ്മ പറയും ചെയ്ത് ഞാൻ ഇന്ന് എണീറ്റ് വന്നത് നല്ല ലേറ്റായി പോയെന്ന്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സദ്യ കഴിച്ചിട്ട് ഗുഡ് റിവ്യൂ പറഞ്ഞാൽ മതി, എൻ്റെ അമ്മ ഓക്കെ ആവും. അപ്പോൾ എന്തൊക്കെ കറികൾ ഉണ്ടായിരുന്നെന്ന് നോക്കാം. അച്ചാറ് 3 ടൈപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും തോരനും, പിന്നെ അവിയലും, പിന്നെ എൻ്റെ ഫേവറേറ്റ് ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ നല്ല ചൂട് ചോറും പപ്പടവും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു മീൻ ഫ്രൈ ആണ്. ഇത് നമ്മൾ ഈ വർഷമാണ് വെക്കുന്നത്, അല്ലാതെ നമ്മളങ്ങനെ വെക്കാറേ ഇല്ല. പിന്നെ പരിപ്പില്ലാതെ എന്ത് സദ്യയല്ലേ. അപ്പോൾ അതല്ല, ചൂട് പരിപ്പും ചോറും പപ്പടമായിട്ട് ആദ്യം കഴിച്ചിട്ട് പിന്നെ ഓരോരോ കറികളായിട്ട് ടേസ്റ്റ് ചെയ്യായിരുന്നു. ചോറും പരിപ്പും പപ്പടവും കൂടെ കുഴയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സദ്യയുടെ മണം വരും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബീട്രൂട്ട് കിച്ചടിയും പിന്നെ തോരനും എല്ലാ അച്ചാറും കൂടെ ചേർത്തിട്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നല്ല പോലെ സദ്യ കഴിച്ചു. പിന്നെ പായസം ഞാൻ കഴിക്കാത്തത് കൊണ്ടാണ് ആ വീഡിയോ എടുക്കാത്തത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വൈകിട്ട് നമ്മൾ പുറത്തോട്ട് പോവാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് ഉച്ചയ്ക്ക് സദ്യയും കഴിച്ചു, വൈകിട്ട് നമ്മൾ സെലിബ്രേറ്റും ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ നേരെ പോയത് കേശവാസപുരത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമ്മൾ കുറേ ടൈമായി ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്, ട്രിവാൻഡ്രത്തെ തന്നെ. നമ്മളിങ്ങനെ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ആനിവേഴ്സറി ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പുറത്ത് പോയി ഫുഡ് കഴിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടൈമും എടുത്ത് ഫുഡ് വരാനായിട്ട്. അങ്ങനെ മെനുവിൽ നോക്കിയിട്ട് നമ്മൾ നല്ല മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുക്കും. അതുകൊണ്ട് വല്ല വെറൈറ്റിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെനു നോക്കിയത്. മെനു തുറന്നപ്പോൾ തന്നെ ആദ്യമേ കിടക്കുന്നത് കോമൺ ആയിട്ടുള്ള ഫുഡായിരുന്നേ. എന്നിട്ട് ലാസ്റ്റോട്ട് വന്ന സമയത്താണ് നമ്മൾ നല്ല പുതിയ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചത്. അതെന്താണെന്നുള്ളത് വഴിയേ വരും. സോ ഈ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ എവിടെ ചെന്നാലും ആദ്യമേ തന്നെ നമ്മൾ പറയുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ക്രീമി ചിക്കൻ സൂപ്പ്. നിങ്ങൾ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. പുറത്തുനിന്ന് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം മേടിക്കുന്ന ഈ ഒരു ക്രീമി ചിക്കൻ സൂപ്പാണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. എല്ലായിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, ബട്ട് എടുത്ത് പറയേണ്ടതാണ് ഇവിടത്തതും ഇമ്പീരിയലിലതും അടിപൊളി ടേസ്റ്റാണ് ക്രീമി ചിക്കൻ സൂപ്പ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് പറഞ്ഞത് ഈ ഒരു പ്രോൺസ് തവ ഗ്രില്ലാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വെറൈറ്റി നോക്കി ഓർഡർ ചെയ്തതാണ്. പിന്നെ വരുന്നൊരു സിഗ്നേച്ചർ ഐറ്റമാണ് ബ്രസീൽ ഗ്രിൽഡ് ചിക്കൻ. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു ടോട്ടലി. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. പിന്നെ കോമൺ ആയിട്ടുള്ള മട്ടൻ കറിയും അതുപോലെ തന്നെ അൽഫാം, പൊറോട്ട ഇതൊക്കെ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മട്ടൻ കറി വന്നിട്ടും അത്യാവശ്യം നല്ല ഗ്രേവിയും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് കഴിച്ചത് ഈ ഒരു ബട്ടർ നാനും അതുപോലെ തന്നെ ആ ഒരു ബ്രസീൽ ഗ്രിൽഡ് ചിക്കനും പിന്നെ ഈ ഒരു പ്രോൺസ് തവ ഗ്രില്ലും ആയിരുന്നു. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ചിക്കനിൽ എടുത്തു പറയാനുള്ളത് അവരുടെ ആ ഒരു സിഗ്നേച്ചർ സോസാണ്. ഡൈനാമിക് സോസിൻ്റെ വേറൊരു ടൈപ്പ് ഒരു സോസാണ് ഇത്. കിഡിലൻ ടേസ്റ്റാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഈ ഒരു ബ്രസീൽ ഗ്രിൽഡ് ചിക്കൻ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ട് സെക്ഷനിലോട്ട് പോയപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവരുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഭയങ്കര അടിപൊളിയാണെന്ന്. അങ്ങനെ നമ്മളത് മേടിച്ചേ, പക്ഷെ അത്രയ്ക്ക് അടിപൊളി അല്ലായിരുന്നു. അത് കുറച്ച് ഫ്ലോപ്പായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലൂബെറി മൊജീറ്റോ ആണ്. പക്ഷേ ഈ ഒരു ബ്ലൂബെറി മൊജീറ്റോയും അത്ര അടിപൊളി അല്ലായിരുന്നു. കാരണം ആ ഒരു ബ്ലൂബെറിയുടെ അവർ എസെൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ഭയങ്കര എസെൻസ് ആയിരുന്നേ. പിന്നെ വന്നിട്ടുള്ളൊരു അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഈ ഒരു പ്രൈസിന് ഭയങ്കര വെർത്തായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ചീസ് കേക്ക്. ഇത് ബ്ലൂബെറി ചീസ് കേക്കാണ്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യണേ. പിന്നെ വന്നിട്ടുള്ളൊരു നെക്സ്റ്റ് ഐറ്റമാണ് ഈ ഒരു ചോക്കോ ലാവ കേക്കും വിത്ത് വാനില ഐസ്ക്രീമും. അതും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇതെല്ലാം കഴിച്ച്
നമ്മൾ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമുക്ക് നീണ്ടൊരു ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നല്ല തൃപ്തിയായി. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ ഫ്രം കുക്ക് വിത്ത് കൂപ്സ്.